ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടി കേട്ടോ. ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ച് വറക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. വേറൊരാളുടെ മീൻ പിടിക്കാനായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നീർക്കാക്കയാണ്, മീനാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഫുൾ മുങ്ങി നടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആദ്യം അമ്മിക്കല്ലിട്ട് ചതച്ചേട്ടോ. ചമ്മന്തി പരുവായി പോയി അത്രയും നമുക്ക് വേണ്ട. പിന്നെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുന്നുണ്ട്. എത്രത്തോളം ചതയ്ക്കുന്നത് നമുക്ക് അത്രയും ടേസ്റ്റിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടും. എന്തായാലും വേകുമ്പോൾ നന്നായിട്ട് മുറുകുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. വെളുത്തുള്ളി എന്തായാലും മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് അലങ്കാരപ്പണിയൊക്കെ കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊറിയർ എടുക്കാൻ പോയി കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റഡി ടേബിൾ പോലത്തെയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. കുഞ്ഞുമക്കൾക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബെഡിലിരുന്നാണെങ്കിലും നമ്മുടെ മടിയിലോ നമ്മുടെ ബെഡിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാം. ഫോൺ വെക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അല്ലാതെ ഇതിൻ്റെ താഴത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇവിടെ നമുക്ക് ചായ, കപ്പ്, വെള്ളം അതെല്ലാം വെക്കാം. പേന വെക്കാൻ വരെ സെപ്പറേറ്റ് സ്ഥലമുണ്ട് കേട്ടോ. 300 സംതിങ്ങേ ഉള്ളൂ. ലിങ്ക് ഞാൻ മേളിൽ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.